ഹായ് ഓൾ, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന IO പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ. IO പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഏറ്റവും അധികം ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ടെക് പി എസ് സിയുടേത്. എന്തുകൊണ്ട് നിങ്ങൾ ടെക് പി എസ് സിയുടെ IO കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കോഴ്സ് ഡീറ്റെയിൽസ്, ഫാക്കൽറ്റി ഡീറ്റെയിൽസ്, പ്രീവിയസ് റിസൾട്ട്, ഫീസ് ഡീറ്റെയിൽസ് എന്നിങ്ങനെയുള്ള എല്ലാ ആസ്പെക്ട്സും നമ്മൾ കവർ ചെയ്യുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്രീവിയസ് എക്സാം വിന്നേഴ്സിൻ്റെ, അതായത് ടോപ്പ് റാങ്ക് നേടിയ വിന്നേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. മുമ്പ് നമ്മൾ IO പരീക്ഷയ്ക്ക് തന്നെ കോച്ചിങ് നൽകിയിട്ടുണ്ട്. അതിൽ റാങ്ക് 3, റാങ്ക് 31, അതുപോലെ കമ്മ്യൂണിറ്റി വൈസിൽ വരുമ്പോൾ റാങ്ക് 5, റാങ്ക് 1 എന്നിങ്ങനെയുള്ള റാങ്കുകൾ നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. വിശ്വജിത്ത് S, മുഹമ്മദ് റാസി, മുഹമ്മദ് ഷാറൂഖ് S, സന്ദീപ് SP എന്നുള്ളവരാണ് ഉന്നത റാങ്കുകൾ കരസ്ഥമാക്കിയത്. ഇനി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കാം. ടെക് പി എസ് സി ടെക്നിക്കൽ പരീക്ഷകൾക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കോച്ചിങ് നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 8ഓളം വർഷമായിട്ട് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, അതായത് ഡയറക്ടേഴ്സ് ഈ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ പരീക്ഷകൾക്ക് അത്ര അധികം ഫോക്കസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റേഷ്യോ നോക്കുകയാണെങ്കിൽ സക്സസ് റേഷ്യോ മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അധികമാണ്. നമ്മൾ ഓൾമോസ്റ്റ് 15,000 ആസ്പിറൻസിന് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സക്സസ് റേറ്റും നമുക്കുണ്ട്. 1000ഓളം വിന്നേഴ്സ് നമുക്ക് ഇതിനോടകം തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ IO കോഴ്സിൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മെൻറ്ററിൽ ഒരാളാണ്, സജീവ് സാറാണ്. കഴിഞ്ഞ പരീക്ഷയിൽ തന്നെ ഇദ്ദേഹം കോച്ചിങ് പ്രൊവൈഡ് ചെയ്ത് ഒരുപാട് പേര് ഉന്നത റിസൾട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ടെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റർഷിപ്പിലാണ് ക്രിയേറ്റഡ് ആയിട്ടുള്ളത്. ഇത്തവണയും IO അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷകളിലെല്ലാം ഇദ്ദേഹമാണ് മെൻറ്റർ ചെയ്യുന്നത്. മാത്രമല്ല 30ഓളം കോമ്പറ്റീറ്റീവ് പരീക്ഷകളിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്, ഇൻ്റർ ഡിസിപ്ലിനറി പരീക്ഷകൾ ഉൾപ്പെടെ. പിന്നെ 10,000ഓളം സ്റ്റുഡൻസിനെ മെൻറ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം MTech ഹോൾഡറാണ്, മെഷീൻ ഡിസൈനിൽ, BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ്. കൂടാതെ 11 വർഷത്തോളം ടീച്ചിങ് എക്സ്പീരിയൻസും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ മെൻറ്ററിൻ്റെ കീഴിൽ വലിയൊരു ഫാക്കൽറ്റി ടീം തന്നെ ഉണ്ട്. അപ്പോൾ ആ ഫാക്കൽറ്റി ടീമിനെ നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും അധികം ഫാക്കൽറ്റികൾ ഉൾപ്പെട്ട ഒരു ടീമാണ് IOയ്ക്ക് ടെക് പി എസ് സിയുടേതായിട്ടുള്ളത്. അപ്പോൾ ആ ഫാക്കൽറ്റി ടീം നമുക്ക് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന ഭാഗത്ത് ഗായത്രി സുജ എന്ന് പറയുന്ന മാഡം ഉണ്ട്. MTech ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ്, BTech സിവിൽ എഞ്ചിനീയറിംഗിലാണ്. വേരിയസ് PSC ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ടെക് പി എസ് സിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഫാക്കൽറ്റികളും മിനിമം 3 PSC ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരായിരിക്കും. അവർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസോടുകൂടി തന്നെയാണ് നിങ്ങളെ ഓരോ വിഷയങ്ങളും പഠിപ്പിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. ആതിര ടീച്ചറുണ്ട്, MS ആണ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, വേരിയസ് PSC ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അനു എന്ന് പറയുന്ന മാഡം ഉണ്ട്, BTech ഓണേഴ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, 4 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സജീവ് സാറുണ്ട്, അരവിന്ദ് സാറുണ്ട്, MTech ഇൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ, BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, 10 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്, വേരിയസ് PSC ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രാകേഷ് ചന്ദ്ര സാറുണ്ട്, MTech മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, 8 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്, വേരിയസ് PSC ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡോക്ടർ വിപിൻ ഗോപൻ, അദ്ദേഹവും വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ്, PhD ഹോൾഡറാണ് മാനുഫാക്ചറിംഗ് മാനേജ്മെൻറ്റിൽ. ഒരുപാട് PSC അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ME ഇൻ മാനുഫാക്ചറിംഗ് മാനേജ്മെൻ്റ് ആണ്, BTech പ്രൊഡക്ഷനാണ് മെക്കാനിക്കലിൽ. മൃദുല B എന്ന് പറയുന്ന മാഡം ഉണ്ട്, PhD സ്കോളറാണ്, MTech ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, BTech ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ ആർച്ച പീലാൽ, PhD നാവിഗേഷൻ ഓൺഗോയിങ് ആണ്, MTech ഗൈഡൻസ് ആൻഡ് നാവിഗേഷൻ കൺട്രോൾ, BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഒരുപാട് PSC ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഭരത് സാറുണ്ട്, MTech ഇൻ ഇലക്ട്രിക്കൽ, BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, 6 years ടീച്ചിങ് എക്സ്പീരിയൻസ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ വേരിയസ് PSC ലിസ്റ്റ്. ഇലക്ട്രോണിക്സിൽ നോക്കുകയാണെങ്കിൽ അപർണ ടീച്ചറുണ്ട്, MTech ഇൻ സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്, BTech ഇൻ ECE, 6 years ടീച്ചിങ് എക്സ്പീരിയൻസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ വേരിയസ് PSC ലിസ്റ്റ്. അജിന ടീച്ചറുണ്ട്, MTech ഇൻ സിഗ്നൽ പ്രോസസ്സിംഗ്, BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, 6 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്.
ന്യൂറ ടീച്ചറുണ്ട്. എംടെക് ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, 8 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ്. അശ്വതി ടീച്ചറുണ്ട്. എംടെക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ 6 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും ഉണ്ട്. ഇനി കമ്പ്യൂട്ടർ സയൻസ് നോക്കുകയാണെങ്കിൽ വിജി മാം ഉണ്ട്. എംടെക് ഇൻ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, വേരിയസ് PSC ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ശരത് സാറുണ്ട്, മാസ്റ്റേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ഫാക്കൽറ്റി ലൈനപ്പ്. ഇത്രയും വലിയൊരു ടീം ടെക് PSCയുടെ IO കോഴ്സിൽ നിങ്ങളെ വിജയം കരസ്ഥമാക്കാനായിട്ട് സഹായകമാക്കുന്നു. എല്ലാ ഫാക്കൽറ്റിയും ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഡിസിപ്ലിനിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ആ ഡിസിപ്ലിനിൽ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ഫാക്കൽറ്റികളാണ്. പ്രൊഫൈല് കണ്ടപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും. ഇനി മറ്റ് ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫീസ് ഏറ്റവും മിനിമം ഫീ എമൗണ്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 4499 ആണ് നമ്മുടെ ഫീസായിട്ട് വരുന്നത്. ഇതൊരു 1 ടൈം ഫീ ആണ്. എന്നാണോ എക്സാം ആ ദിവസം വരെ ഈ ഫീ കൊണ്ട് നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നതാണ്. വൺസ് നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇൻ്റർവ്യൂ ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. പിന്നെ മറ്റ് ഫീച്ചറുകൾ നോക്കാം. ലൈവും റെക്കോർഡും ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. സ്മാർട്ട് സ്റ്റഡി നോട്ട്സ് കിട്ടും. അതായത് ചെറിയ നോട്ട്സായിട്ട്, ഒരുപാട് ഡിസ്ക്രിപ്ഷൻ ഉള്ള നോട്ട്സ് അല്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏറ്റവും മിനിമം ടൈമിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി നോട്ട്സ് ലഭിക്കുന്നതാണ്. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും സ്ട്രോങ് ആയിട്ട്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, എപ്പോഴും അത് ലൈവാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഫാക്കൽറ്റിയോട് നേരിട്ട് സംസാരിച്ചും നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ പീരിയോഡിക് പരീക്ഷകളുണ്ട്, മോഡൽ പരീക്ഷകളുണ്ട്. 20 മോഡൽ പരീക്ഷകളുണ്ട്. എക്സാമിന് മുമ്പ് 20 മോഡൽ പരീക്ഷകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ 5000-ഓളം ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ടോപ്പിക് പഠിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൻ്റെ നിലവാരം നിങ്ങൾക്ക് എൻഷുർ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് സജീവ് സാറിൻ്റെ കൂടെ നമ്മുടെ വലിയൊരു ഫാക്കൽറ്റി ടീം ഒത്തുചേർന്ന് തന്നെയാണ്. എല്ലാവരും നല്ല എക്സ്പീരിയൻസ്, PSCയിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. അപ്പോൾ 100% നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടൻറ്റാണ് ടെക് PSC നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു പഠിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് IO പരീക്ഷയ്ക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ടെക് PSCയുടെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ടെക് PSC.